നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിർജ്ജല ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം തേടി നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ദശമി, ഏകാദശി, ദ്വാദശി ഈ 3 ദിവസങ്ങളിലും പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ്? നിർജ്ജല ഏകാദശിയുടെ വളരെ പവിത്രമായ ഹരിവാസര സമയവും പാരണ സമയവും എപ്പോഴാണ്? ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പാപശാന്തിക്കും വിഷ്ണു പ്രീതിക്കുമായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ഓരോ ഏകാദശിക്കും വ്യത്യസ്ത ഫലങ്ങളാണുള്ളത്. മിഥുന മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് നിർജ്ജല ഏകാദശിയായി അറിയപ്പെടുന്നത്. ഇത്തവണ 2026 ജൂൺ 25 തീയതി വ്യാഴാഴ്ചയാണ് നിർജ്ജല ഏകാദശി വരുന്നത്. വർഷത്തിലെ 24 ഏകാദശികളിൽ വെച്ച് ഏറ്റവും കഠിനമായ ഏകാദശി വ്രതമായാണ് നിർജ്ജല ഏകാദശി വ്രതത്തെ കണക്കാക്കുന്നത്. ജലപാനം പോലുമില്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ദീർഘായുസ്സും കൈവല്യപ്രാപ്തിയും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തികഞ്ഞ ഭക്തിയോടെയും മനസ്സിൽ ഈശ്വരനാമം ജപിച്ചുകൊണ്ടും വേണം നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ. നിർജ്ജലം എന്ന വാക്കിൻ്റെ അർത്ഥം ജലമില്ലാതെ അഥവാ ജലപാനം പോലും ഇല്ലാതെ എന്നാണ്. ഇനി നിർജ്ജല ഏകാദശിക്ക് ഈ പേര് വരാൻ കാരണമായ ഐതിഹ്യം പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ്. ഭീമൻ ഒരിക്കൽ വ്യാസ ഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞു. തൻ്റെ സഹോദരങ്ങളും ദ്രൗപദിയും അമ്മയുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. തന്നോടും ഈ വ്രതം എടുക്കുവാൻ പറഞ്ഞുവെന്നും എന്നാൽ തനിക്ക് വിശപ്പ് സഹിക്കുവാൻ കഴിയാത്തതിനാൽ അതിന് സാധിക്കുന്നില്ലെന്നും ദാനം ചെയ്യുകയും ഭഗവാന് അർച്ചന നടത്തുകയും ചെയ്യാമെന്നും നിരാഹാരം അനുഷ്ഠിക്കാതെ എങ്ങനെ വ്രതമെടുക്കാം എന്നും പറഞ്ഞു തരണമെന്ന് വ്യാസനോട് ഭീമൻ ആവശ്യപ്പെട്ടു. അതിനു മറുപടിയായി വ്യാസൻ പറഞ്ഞത്, നരകത്തെ വെറുക്കുകയും സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഏകാദശി വ്രതങ്ങൾ എടുക്കാനാണ്. അതിന് മറുപടിയായി ഭീമൻ പറഞ്ഞത്, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കുവാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ഏതൊരു വ്രതം കൊണ്ട് മാത്രം തനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണമെന്നുമാണ്. അതിനു മറുപടിയായി വ്യാസഭഗവാൻ പറഞ്ഞത്, മിഥുന മാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനാണ്. കുളിക്കുന്നതിലൂടെയും ആചമനം ചെയ്യുന്നതിലൂടെയും മാത്രം ജലം സ്വീകരിക്കുക. മറ്റ് ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം. ജീവിതകാലം മുഴുവൻ ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ഏകാദശി ദിവസങ്ങളിലും ആഹാരം കഴിച്ച പാപവും ഇല്ലാതാകുമെന്നും വ്യാസൻ പറഞ്ഞു. ഭീമസേനന്റെ വയറ്റിലുള്ള വൃഗൻ എന്ന അഗ്നി കാരണം അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഭക്ഷണം ഉപേക്ഷിച്ചുള്ള വ്രതം അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു. എന്നാൽ വ്യാസമുനിയുടെ നിർദ്ദേശപ്രകാരം ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന നിർജ്ജല ഏകാദശി ദിവസം സൂര്യോദയം മുതൽ പിറ്റേന്ന് സൂര്യോദയം വരെ ജലപാനം പോലുമില്ലാതെ വളരെ കഠിനമായി തന്നെ ഭീമൻ വ്രതം അനുഷ്ഠിച്ചു. വ്രതത്തിനൊടുവിൽ അദ്ദേഹം ബോധരഹിതനാവുകയും പാണ്ഡവർ ഗംഗാജലവും തുളസി തീർത്ഥവും നൽകി അദ്ദേഹത്തെ ഉണർത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഭീമസേനൻ ജലപാനമില്ലാതെ ഈ വ്രതം അനുഷ്ഠിച്ചതിനാലാണ് ഇതിനെ നിർജ്ജല ഏകാദശി എന്ന് വിളിക്കുന്നത്. കൂടാതെ ഈ ഏകാദശിക്ക് ഭീമസേനി ഏകാദശി എന്നും പാണ്ഡവർ എല്ലാവരും അനുഷ്ഠിച്ചതിനാൽ ഈ ഏകാദശിക്ക് പാണ്ഡവ ഏകാദശി എന്നീ പേരുകളുമുണ്ട്. ഭക്തിയോടും പൂർണ്ണ നിഷ്ഠയോടും കൂടി നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തിലെ 24 ഏകാദശികളും അനുഷ്ഠിച്ച ഫലം ലഭിക്കുന്നതാണ്. ഇനി നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കുവാൻ പാടുള്ളൂ. സാധാരണയായി ഉച്ചയ്ക്കാണ് ചോറ് കഴിക്കുന്നത്. പ്രഭാത ഭക്ഷണമായി ഗോതമ്പോ റവയോ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാവുന്നതാണ്. രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ. വ്രതം അനുഷ്ഠിക്കുന്നവർ പൂർണ്ണമായും മത്സ്യ മാംസാദികൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി ഏകാദശി ദിവസം അരിയാഹാരം പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതാണ് ഈ വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഏറ്റവും ഉത്തമമായ രീതി സൂര്യോദയം മുതൽ പിറ്റേന്ന് സൂര്യോദയം വരെ വെള്ളം പോലും കുടിക്കാതെ, അതായത് നിർജ്ജലമായിട്ട് വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വ്രതം എടുക്കുമ്പോൾ കഠിനമായ ഉപവാസം എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പ്രായമായവർക്കും മരുന്ന് കഴിക്കുന്നവർക്കും തങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതത്തിൽ ഇളവുകൾ വരുത്താവുന്നതാണ്. അതായത് ശരീരത്തെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും വ്രതം എടുക്കേണ്ട ആവശ്യമില്ല. അതിനാൽ പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർക്ക് ഇനി പറയുന്ന രീതികളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാവുന്നതാണ്. തുളസി തീർത്ഥം മാത്രം കുടിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളും പാലും മാത്രം കഴിക്കാവുന്നതാണ്. ഇതിനും സാധിക്കാത്തവർ അരിയാഹാരം ഒഴിവാക്കി ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണ നിയന്ത്രണത്തോടൊപ്പം തന്നെ മനസ്സിൽ ഭഗവത് ചിന്തകളും നാമജപങ്ങളും ഉണ്ടായിരിക്കേണ്ടതുമാണ്. ഏകാദശി ദിവസം അതിരാവിലെ ഉണർന്ന് എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധിയാകണം. മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ്. ഇനി പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നത് ഐശ്വര്യപ്രദമാണ്. ഭഗവാന്റെ പാദങ്ങളിൽ മഞ്ഞപ്പൂക്കളും തുളസിയിലയും ചന്ദനവും അർപ്പിക്കുക. ഇനി പാൽപായസമോ പഞ്ചാമൃതമോ തയ്യാറാക്കി അതിൽ തുളസിയിലയിട്ട് ഭഗവാന് നിവേദ്യമായും സമർപ്പിക്കാവുന്നതാണ്. പിന്നീട് വിഷ്ണു സഹസ്രനാമം, അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ 108 തവണ ജപിക്കുന്നതും അതിവിശേഷമാണ്. ഇതുകൂടാതെ ഹരേ രാമ മന്ത്രവും ചൊല്ലുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയ അർച്ചനകൾ നടത്തുന്നതും നല്ലതാണ്. ഇനി ഏകാദശി ദിവസം തുളസി പൂജ നടത്തുന്നതും വളരെ വിശേഷമാണ്. മന്ത്രജപത്തോടെ തുളസിക്ക് കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം വെക്കേണ്ടതാണ്. പ്രസീത തുളസി ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോദ മദനോദ്ഭുതേ, തുളസീത്വം നമാമ്യഹം. ഈയൊരു മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പ്രദക്ഷിണം വെക്കേണ്ടത്. ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുന്നതും അതിവിശേഷമാണ്. ഇനി ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ്. ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിച്ചേരുന്ന 12 മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം. നിർജ്ജല ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം. ജൂൺ 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 1:43 മുതൽ പുലർച്ചെ 2:45 വരെയാണ് ഹരിവാസര സമയം. ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊപ്പം നമ്മുടെ വീടുകളിലെത്തുന്ന പുണ്യമുഹൂർത്തമായാണ് ഈ സമയം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തി നിർഭരമായ മനസ്സോടെ വേണം ഈ സമയത്തെ വരവേൽക്കാൻ. ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ്. ഈ സമയത്ത് ഉറങ്ങാതെ ഭഗവത് ചിന്തകളുമായി ഉറക്കമൊഴിക്കുന്നതും പുണ്യകരമായി കരുതപ്പെടുന്നു. അതിനാൽ ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് അതിവിശേഷമാണ്. കൂടാതെ നാമജപങ്ങളിലും ഭഗവത് കീർത്തനങ്ങളിലും മുഴുകുന്നതിലൂടെ വ്രതത്തിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുവാൻ അത് സഹായിക്കുന്നതുമാണ്. ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടേണ്ട സമയം. പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. നിർജ്ജല ഏകാദശിയുടെ
പാരണ സമയം എപ്പോഴാണെന്ന് നോക്കാം. ജൂൺ 26 വെള്ളിയാഴ്ച പുലർച്ചെ 5:25 മുതൽ രാവിലെ 10:04 വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പാരണ വിടാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വിടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ മലരും തുളസിയിലും ഇട്ട തീർത്ഥം സേവിച്ചും പാരണ വിടാവുന്നതാണ്. ഇനി നിർജ്ജലായ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം. ഒന്നാമതായി, ഒരു വർഷത്തിലെ 24 ഏകാദശികളും അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർ ഈ ഒരൊറ്റ നിർജ്ജല ഏകാദശി വ്രതം നോറ്റാൽ ഒരു വർഷത്തെ മുഴുവൻ ഏകാദശികളും നോറ്റ ഫലം ലഭിക്കുന്നതാണ്. മനസ്സോടെയും ഭക്തിയോടെയും ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ്. കൂടാതെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതെന്ത് തന്നെയാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും അത് തീർച്ചയായും സാധിച്ചു നൽകുന്നതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിച്ചതുമൂലമുണ്ടായ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറാനും ഈ നിർജ്ജല ഏകാദശി സഹായിക്കുന്നതാണ്. മാത്രമല്ല, ഏകാദശി ദിവസം ഭക്തിപൂർവം തുളസി ഇലകളാൽ അർച്ചന നടത്തുന്നതിലൂടെ താമര ഇലയിലെ വെള്ളം പോലെ പാപങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുവാനും സഹായിക്കുന്നതാണ്. ഇനി ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ പെട്ടെന്ന് ശമനം ലഭിക്കുന്നതാണ്. ഇതുമാത്രമല്ല, വ്രത ദിവസം ഭഗവത് കീർത്തനങ്ങൾ പാടുന്നതിലൂടെയും നാമജപത്തിലൂടെയും നമ്മൾ വിചാരിക്കുന്നതിലും അധികമായ സന്തോഷവും മനസമാധാനവും പുണ്യവും ലഭിക്കുന്നതാണ്. ഇനി ഏകാദശി ദിവസം തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നത് സർവ്വ രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി നൽകുവാൻ സഹായിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ, കഠിനമായ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ പ്രത്യേകമായ കൃപയും ഐശ്വര്യവും ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത്തവണത്തെ നിർജ്ജല ഏകാദശി വ്രതം മറക്കാതെ തന്നെ എടുക്കുക. ഇനി ഏകാദശി വ്രതം നോൽക്കുവാൻ കഴിയാത്തവർ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും പുണ്യമായി കണക്കാക്കുന്നു. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഐശ്വര്യപ്രദമാണ്. എല്ലാ പാപങ്ങളും നശിക്കുവാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകുവാൻ ദിവസം മുഴുവൻ നാമജപത്തോടെ കഴിയുക. മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, കുടുംബ സ്വസ്ഥത, മനഃശാന്തി, ആയുരാരോഗ്യം, സമ്പത്തും കീർത്തിയും ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും. ഇതിനെല്ലാം ഉപരി ജീവിതാന്ത്യത്തിൽ മോക്ഷവും ലഭിക്കുന്നതാണ്. ഇനി ഏകാദശി ദിവസം ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളും ഫലങ്ങളും എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം. പുരുഷ സൂക്താർച്ചന ഇഷ്ട സന്താന ലബ്ധിക്ക് ഉത്തമമാണ്. ഭാഗ്യസൂക്താർച്ചന ഭാഗ്യസിദ്ധി, ധന അഭിവൃദ്ധിക്ക്. ആയുർ സൂക്താർച്ചന ആയുർ വർദ്ധനവ്, രോഗമുക്തി. വെണ്ണ നിവേദ്യം ബുദ്ധിവികാസത്തിന് ഉത്തമമാണ്. പാൽപ്പായസ നിവേദ്യം ധനധാന്യ വർദ്ധനവിന്. ഇനി പാലഭിഷേകം കോപശമനം, കുടുംബസുഖത്തിന്. സന്താന ഗോപാലാർച്ചന സൽസന്താന ലാഭത്തിനാണ്. സഹസ്രനാമാർച്ചന നടത്തിയാൽ ഐശ്വര്യം മംഗളസിദ്ധി ഉണ്ടാകുന്നതാണ്. ഇനി നെയ്വിളക്ക് നടത്തിയാൽ നേത്രരോഗ ശമനവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. സുദർശന ഹോമം വഴിപാടായി നടത്തിയാൽ രോഗശാന്തിയും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഇത്തവണത്തെ നിർജ്ജല ഏകാദശി വ്രതം എടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ ഭഗവാന്റെയും ഭഗവതിയുടെയും പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.